ഹലോ നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം ആയിട്ടുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എൻട്രൻസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1 മുതൽ 30 വരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 30 മുതൽ 50 വരെയുള്ള ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണല്ലോ നമുക്കുള്ളത്. അപ്പോൾ 50 വരെയുള്ള 31 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ 31. ക്വസ്റ്റ്യൻ നമ്പർ 31. Which team won the championship in the women's section in the senior national volleyball championship for the year 2021-22? ഏതായിരിക്കും എന്ന് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഓപ്ഷൻസ് 4 കൊടുത്തിട്ടുണ്ട്. റെയിൽവേസ്, കേരള, തമിഴ്നാടു, വെസ്റ്റ് ബംഗാൾ. അങ്ങനെ റൈറ്റ് ആൻസർ ജസ്റ്റ് നിങ്ങളുടെ ആൻസർ എന്താണെന്ന് മനസ്സിൽ പറയാം. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, കേരള. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 32. നെയിം ദ ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതിയായിട്ടുള്ള ഏറ്റവും മുകളിലുള്ള സ്പോർട്സ് അവാർഡ്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് അവാർഡ് ഇന്ത്യയിലുള്ളത് ഏതായിരിക്കും? അറിയാം. ഓപ്ഷൻ സി ആണ്, ഖേൽ രത്ന അവാർഡാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 33. വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് 2022 ഫുട്ബോൾ വേൾഡ് കപ്പ്? എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഈ സ്പോർട്സ് ഫീൽഡിലുള്ള എല്ലാവരും തന്നെ ഒഴിച്ചുകൂടാനാവാത്തൊരു ടൂർണമെൻ്റ് ആണല്ലേ. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഖത്തറാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ 2022 ഫുട്ബോൾ വേൾഡ് കപ്പ്? ഫുട്ബോൾ വേൾഡ് കപ്പ് എല്ലാവരും കണ്ടതായിരിക്കും. അപ്പോൾ ഖത്തറാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവേ നമ്മൾ ഈ എൻട്രൻസ് എക്സാമിന് വരുന്നത്. സോ ഇതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാവുന്നത് തന്നെയുള്ളൂ. കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള അടുത്ത ഇരിക്കുന്ന എൻട്രൻസ് എക്സാമുകളിലൊക്കെ ചോദിക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ. Name the country which won the maximum number of gold medals in Olympic hockey men section. അതായത് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയിട്ടുള്ള പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയിട്ടുള്ള രാജ്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം. 34ാമത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇന്ത്യയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി, ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ലാർജസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ബോൺ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ടിബിയ, ഫിമർ, സ്കാപ്പുല, ഹ്യൂമറസ് എന്നൊക്കെ പറഞ്ഞ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ഇനി എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഓപ്ഷൻ ബി ആണ്, ഫിമർ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 36 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. വാട്ട് ഈസ് നോൺ ആസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ഓർഗൻ? ഒരു ലിവിങ് ഓർഗൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സെൽ എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 36 ആണ് ക്വസ്റ്റ്യൻ നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെ ഈ അടുത്തായിട്ട് കണ്ടുവരുന്ന പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ബിസിനസ് ആളുകളൊക്കെ നമ്മൾ മാരത്തോൺസൊക്കെ സംഘടിപ്പിക്കാറുണ്ടല്ലേ. മിനി മാരത്തോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഡെക്കേടെ പല രീതിയിലുള്ള മാരത്തോണുകളൊക്കെ പങ്കെടുത്ത ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. 37ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് ഓഫ് എ മാരത്തോൺ റേസ്. ഒരു മാരത്തോണിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ്. 42.19, 42.20, 42.19, 43 കിലോമീറ്റർ. ഇതാണ് 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് നിങ്ങളുടെ ആൻസർ ഏതാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് അസ്യൂം ചെയ്തേ. ഇതിലേതായിരിക്കും? റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 42
42.20. 42.20. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 38 ആണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ ഇൻ സെലിബ്രേറ്റഡ് ഓൺ. വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ എന്നാണെന്നുള്ള ചോദ്യം, അതായത് നമ്മുടെ പരിസ്ഥിതി ദിനം, എൻവയോൺമെൻറ്റൽ ഡേ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്കിൽ കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഹൂ ഈസ് ദ നാഷണൽ സ്പോർട്സ് മിനിസ്റ്റർ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ നാഷണൽ സ്പോർട്സ് മിനിസ്റ്റർ ആരാണെന്നുള്ളതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 39 ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്മുടെ നാഷണൽ സ്പോർട്സ് മിനിസ്റ്ററെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഉത്തരം ഉണ്ടാവുമല്ലോ, ഏതായിരിക്കും? റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അനുരാഗ് താക്കൂർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 40. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സ്റ്റേഡിയം ഇൻ കേരള? കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഏതാണെന്നുള്ളതാണ് ചോദ്യം. മൂന്ന് സ്റ്റേഡിയങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻഫീൽഡ് ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള കാര്യവട്ടം, കോർപ്പറേറ്റ് സ്റ്റേഡിയം ഇൻ കോഴിക്കോട്. റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാര്യവട്ടം. പല ടൂർണമെൻറ്റുകളൊക്കെ നടത്തുന്ന ഒരു സ്റ്റേഡിയം കൂടെയാണല്ലേ. 41ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാഷണൽ സ്പോർട്സ് ഡേ ഇൻ സെലിബ്രേറ്റഡ് ഓൺ. നാഷണൽ സ്പോർട്സ് ഡേയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 41ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. ഏതായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഒന്ന് ഗസ് ചെയ്തേ. ഇവിടെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 27, ഓഗസ്റ്റ് 29, സെപ്റ്റംബർ 27, ഒക്ടോബർ 13. ഏതായിരിക്കും നിങ്ങളൊരു ഉത്തരം നിങ്ങളുടെ മനസ്സിൽ കണ്ടേ? ശേഷം ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ ഉത്തരം മനസ്സിൽ കണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ, ഓഗസ്റ്റ് 29. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 42. ഇത് കേരളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഒഫീഷ്യൽ ഫ്ലവർ ഓഫ് കേരള എന്നുള്ളതാണ്. അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള പുഷ്പം ഏതാണ് കേരളയുടെ എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സൂര്യകാന്തി ഉണ്ട്, അതുപോലെ തന്നെ റോസ് ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, അതുപോലെ തന്നെ കണിക്കൊന്ന ഉണ്ട്. അപ്പോൾ 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുള്ള സ്ഥിതിക്ക് നിങ്ങളൊരു ഉത്തരം മനസ്സിലൊന്ന് ഗസ് ചെയ്തേ. ഇതിലേതായിരിക്കും? സൂര്യകാന്തി ആയിരിക്കുമോ, അതോ റോസ് ആയിരിക്കുമോ, ജാസ്മിൻ ആയിരിക്കുമോ, കണിക്കൊന്ന ആയിരിക്കുമോ? ഏതാണെന്ന് ഗസ് ചെയ്തേ. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഞാൻ പറയാൻ പോവാണ്. കണിക്കൊന്നയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി. സോ 43ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 43ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വേൾഡ് ഹെൽത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. വേൾഡ് ഹെൽത്ത് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മെയ് 7, ഏപ്രിൽ 7, ഡിസംബർ 7, സെപ്റ്റംബർ 7. ഒരു 7ൻ്റെ കളിയാണ്. ഇത് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ തന്നിട്ടുള്ളത് അല്ലേ. 7 ആണെന്ന് അറിയാം, ഏത് മാസമാണെന്ന് ഒന്ന് ഗസ് ചെയ്തേ. ഏപ്രിലാണോ, അതോ മെയ് ആണോ, ഡിസംബർ ആണോ, സെപ്റ്റംബർ ആണോ എന്നൊന്ന് ഗസ് ചെയ്തേ. റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഏപ്രിൽ 7 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 44. ക്വസ്റ്റ്യൻ നമ്പർ 44. ഹൂ ഈസ് ദ വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഇൻ മെൻസ് 100 മീറ്റർ? എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സിമ്പിളായിപ്പോയി, വളരെ സിമ്പിളായിപ്പോയി. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഉസൈൻ ബോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45. ക്വസ്റ്റ്യൻ നമ്പർ 45. വിച്ച് ടീം വോൺ ദ ഐ ലീഗ് 2021 ചാമ്പ്യൻഷിപ്പ്? ഐ ലീഗ് 2021 വിജയികളെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. അത് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് ഞാൻ 4 ഓപ്ഷൻ തരാം. FC ഹൈദരാബാദ്, കേരള ബ്ലാസ്റ്റേഴ്സ്, ഗോകുലം FC കേരള, റിയൽ കാശ്മീർ FC. ഇതിലേതായിരിക്കും 4 ഓപ്ഷൻസ്? റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗോകുലം FC ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നമുക്ക് 46ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ടേം ഫ്രീ സ്റ്റൈൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് ഗെയിം. ഫ്രീ സ്റ്റൈൽ എന്ന ഈ ഒരു ടേം ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് 46ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്. ടെന്നീസ്, ക്രിക്കറ്റ്, അതുപോലെ തന്നെ സ്വിമ്മിങ്, ഹോക്കി. ഇങ്ങനെ ഒരു 4 ഓപ്ഷൻസ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. 46ാമത്തെ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഒന്ന് ഗസ് ചെയ്തേ.
4 റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്വിമ്മിങ് ആണ്. സോ 47ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 47. ഫ്രീ ത്രോ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് ഗെയിം. ഫ്രീ ത്രോ ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് 4 തന്നിട്ട് ഇരിക്കുന്നുണ്ട്. സോ ഓപ്ഷൻ എ കബഡി, ബി ഫുട്ബോൾ, സി ബാസ്കറ്റ് ബോള്, ഡി ടെന്നീസ്. ഏതായിരിക്കും? ഫ്രീ ത്രോ എന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ത്രോ ചെയ്യുന്ന ഗെയിം ഏതാ അതിൽ? അത് തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, ബാസ്കറ്റ് ബോൾ. ഓക്കെ, 48ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബെല്ലി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് ഗെയിം. ഈ ബെല്ലി എന്ന് പറയുന്ന ടേം ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബുള്ളി ഈസ് അസോസിയേറ്റഡ് വിത്ത് ബുള്ളി. ഏതായിരിക്കും? കബഡി എ, ബി ഫുട്ബോൾ, സി ഹോക്കി, ഡി കബഡി. കബഡി ഓൾറെഡി 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എയും ഡിയും കബഡിയാണ് ഓപ്ഷനിൽ. അതുപോലെ തന്നെ ബി വരുന്നത് ഫുട്ബോൾ ആണ്, സി വരുന്നത് ഹോക്കിയാണ്. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, ഹോക്കി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലോണ ഈസ് എ ടേം യൂസ്ഡ് ഇൻ ഡാഷ് ഗെയിം. ലോണ അധികം കേട്ടുപരിചയമില്ലാത്തൊരു പേരാണ് എനിക്ക് കേട്ടോ. സോ ഏതായിരിക്കും റൈറ്റ് ആൻസർ നോക്കാം. എ ഫുട്ബോൾ, ബി ഹോക്കി, സി കബഡി, ഡി ടെന്നീസ്. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് എന്താണ്? കബഡിയാണ്. ഓക്കെ, ഡ്യൂസ് ഈസ് എ ടേം യൂസ്ഡ് ഇൻ ഡാഷ് ഗെയിം. ഏതായിരിക്കും? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ഗസ് ചെയ്തേ. ഓപ്ഷൻ എ ടെന്നീസ്, ഓപ്ഷൻ ബി ഫുട്ബോൾ, ദെൻ ഓപ്ഷൻ സി ബാഡ്മിൻ്റൺ, ഓപ്ഷൻ ഡി കബഡി. ടെന്നീസ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, കബഡി. ഡ്യൂസ് ഈസ് ദ ടേം യൂസ്ഡ് ഇൻ ഡാഷ് ഗെയിം എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ഗസ് ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ടെന്നീസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 50 ക്വസ്റ്റ്യനും ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് BPEDൻ്റെ എൻട്രൻസ് എക്സാമിന് 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ, അതായത് ടോട്ടൽ ക്വസ്റ്റ്യൻ കൗണ്ട് എന്ന് പറയുന്നത് 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ട് 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ മുൻപിലത്തെ വീഡിയോയിലും ഇപ്പോൾ ബാക്കി ബാലൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിലും കൂടെ ആയിട്ട് 2 വീഡിയോകളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ നിങ്ങൾ നന്നായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക, ഒന്ന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ എൻട്രൻസിൻ്റെ റിട്ടൺ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് പലപ്പോഴും ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇനി ചോദിക്കാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഇനി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറോ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസൊക്കെ, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് കിട്ടുന്ന മീഡിയാസൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.